ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റൈറ്റ് പ്രൊപ്പോർഷനിൽ എല്ലാ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് that provide all the nutrients such as carbohydrates, proteins, fats, minerals, vitamins, fiber and water in the right proportion. Question: what is peristalsis? പെരിസ്റ്റാൾസിസ് പറഞ്ഞാൽ എന്താണ്? പെരിസ്റ്റാൾസിസ് പറയുന്നത് ഒരു സീരീസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻസ് ആണ്. ഈ മസിൽ കോൺട്രാക്ഷൻ മൂലം നമ്മൾ കഴിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ മറ്റു സബ്സ്റ്റൻസസ് ഒക്കെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഇൻവോൾണ്ടറി പ്രോസസ് ആണ്. മെയിനായിട്ട് ഈസോഫാഗസും സ്റ്റോമക്കിലൊക്കെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: peristalsis is a series of muscle contractions that move food and other substances through the digestive tract. This involuntary process occurs in the esophagus, stomach and intestines. Question: name the major actions involved in a cardiac cycle. Cardiac cycle involve ചെയ്തിട്ടുള്ള ആക്ഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ഒരു കാർഡിയക് സൈക്കിളിൽ മെയിനായിട്ട് 3 ആക്ഷൻസ് ആണ് നടക്കുന്നത്. അതിൽ ആദ്യം വന്നിട്ട് ആട്രിയൽ സിസ്റ്റോൾ ആണ്, അതായത് ആട്രിയയുടെ കോൺട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ വരുന്നത് വെൻട്രിക്കിൾ സിസ്റ്റോൾ ആണ്, അതായത് വെൻട്രിക്കിളുടെ കോൺട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ വരുന്നത് ജോയിന്റ് ഡയസ്റ്റോൾ ആണ്, ഇതിനകത്ത് റിലാക്സേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ മേജർ ആക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ എ കാർഡിയക് സൈക്കിൾ ആർ atrial systole, contraction of atria, ventricular systole, contraction of ventricles, joint diastole, relaxation of atria. Question: what are the major factors affecting the conduction of water in plants? പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടക്ഷന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ പ്ലാന്റ്സിനകത്ത് വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടുള്ള വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ അതുമൂലം വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് റൂട്ടിന്റെ പ്രഷറാണ്. അപ്പൊ റൂട്ട് പ്രഷർ മൂലം ഇതുപോലെ വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പിറേഷൻ ആണ്. ട്രാൻസ്പിറേഷൻ പറഞ്ഞാൽ ലീവ്സിലുള്ള വാട്ടർ കണ്ടന്റ് ട്രാൻസ്പിറേഷൻ വഴി പുറത്തോട്ട് പോകുന്നതിനാണ്. അപ്പൊ ഇതും വാട്ടർ കണ്ടക്ഷന് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ മേജർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് ആർ ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ, കൊഹിഷൻ ആൻഡ് അഡ്ഹഷൻ ഫോഴ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അസിമിലേഷൻ. അസിമിലേഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡിനകത്ത് ഓക്സിജനും ന്യൂട്രിയൻസും മറ്റു സബ്സ്റ്റൻസും കാണാൻ കഴിയും. ഇവ വന്നിട്ട് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ സെല്ലിലോട്ട് എൻ്റർ ആവുന്നു. എന്നിട്ട് ഈ സെല്ല് ഈ ഒരു ന്യൂട്രിയൻസിനും ഓക്സിജനൊക്കെ യൂസ് ചെയ്തിട്ട് മറ്റു പ്രോസസ്സൊക്കെ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് സെല്ല് വന്നിട്ട് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡിലുള്ള ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ബ്ലഡ് പമ്പ്ഡ് ബൈ ഹാർട്ട് കണ്ടെയ്ൻസ് ഓക്സിജൻ, ന്യൂട്രിയൻസ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസസ്. ദീസ് എൻ്റർ ദ സെൽസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. Assimilation is the use of these nutrients by the cells. Question: what is a food plate? Food plate പറഞ്ഞാൽ എന്താണ്? ഫുഡ് പ്ലേറ്റ് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. നമ്മളൊരു ഹെൽത്തി ഡയറ്റിന് വേണ്ട ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ പ്രപ്പോർഷൻ മനസ്സിലാക്കാൻ ഈ ഫുഡ് പ്ലേറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫുഡ് പ്ലേറ്റിനകത്ത് ഫ്രൂട്ട്സ് വരാം, വെജിറ്റബിൾസ് വരാം, ഗ്രെയിൻസ്, പ്രോട്ടീൻസ് ഒക്കെ ഉൾപ്പെടുന്നതാണ്.
അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: a food plate is a symbolic representation of balanced diet. This helps people understand the proportions of different food groups needed for a healthy diet. Food plate has half a plate of fruits and vegetables, a quarter of cereals, and quarter of protein-rich foods, and a glass of milk or dairy products. Question: what are villi? How are they useful? Villi പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ യൂസ്ഫുൾ ആവുന്നത്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ വില്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ വില്ലൈ വന്നിട്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ പ്രോസസ്സ് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: finger like projections found throughout the inner wall of small intestine is called villi. Villi greatly increase the surface area for absorption and hence enhance the absorption process. Question: what is electrocardiogram or ECG? ECG അല്ലെങ്കിൽ electrocardiogram പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക്കൽ വേവ്സിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന്റെ ഓവറോൾ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ECG or electrocardiogram is a graphical representation of the electrical waves felt in the walls of the heart when the heart beats. It provides valuable information about the overall health of heart. Question: what is hypertension? Hypertension എന്നാൽ എന്ത്? ഒരു ഹെൽത്തി പേഴ്സണിന്റെ നോർമൽ ബ്ലഡ് പ്രഷർ പറയുന്നത് 120/80 mmHg ആണ്. ഈ ഒരു നോർമൽ ലെവലിൽ നിന്നും നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the normal blood pressure of a healthy person is recorded as 120/80 mmHg. Blood pressure rising above this level is called hypertension. Question: what is hypotension? Hypotension പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി പേഴ്സന്റെ നോർമൽ ബ്ലഡ് പ്രഷർ പറയുന്നത് 120/80 mmHg ആണ്. ഇപ്പോൾ ഈ ഒരു നോർമൽ ലെവലിൽ നിന്നും താഴോട്ടാണ് ബ്ലഡ് പ്രഷർ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the normal blood pressure of a healthy person is recorded as 120/80 mmHg. Blood pressure lowering from this level is called hypotension. Question: what is stroke? Stroke പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിനകത്തുള്ള ബ്ലഡ് വെസലിന് വല്ല ബ്ലോക്കേജ് വരികയോ അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽ പൊട്ടുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ബ്രെയിനകത്തുള്ള ആ ഒരു ഏരിയ വർക്ക് ചെയ്യാതെ ആവും, അതായത് ഫങ്ഷൻ ആവാതെ ആവും. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: stroke is caused by the blockage or rupture of blood vessels in the brain. When blood vessels rupture or are blocked, the part of the body controlled by that area of the brain become dysfunctional. Question: what is the functions of stomach in the chemical digestion? Chemical digestionൽ stomachന്റെ functions എന്താണ്? ഇപ്പോൾ കെമിക്കൽ ഡൈജഷൻ നടക്കുന്ന സമയത്ത് സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വന്നിട്ട് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആസിഡ് വന്നിട്ട് ജെംസിനെ കില്ല് ചെയ്തിട്ട് ജെംസിനെ നശിപ്പിച്ചിട്ട് pH റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പെപ്സിൻ വന്നിട്ട് പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ ലിപ്പാസെ വന്നിട്ട് ലിപ്പിഡിനെയൊക്കെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: in the stomach, hydrochloric acid produced by the gastric glands kills germs and regulates pH. Pepsin partially digests proteins, lipases help digest lipids, and mucus protects the stomach wall from digestive juices. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: explain the role of liver in digestion process. ഡൈജഷൻ പ്രോസസ്സിനകത്ത് ലിവറിന്റെ റോള് എന്താണ്?
അപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൽ വന്നിട്ട് ലിവർ ബൈല് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ബൈല് വന്നിട്ട് ഗാൽ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. ബൈൽ എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിന് സമയത്ത് ഉണ്ടാവുന്ന ഫാറ്റ് വന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് pH റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the liver produces bile and stores it in the gallbladder. No enzymes in bile. Bile moves to the duodenum to break down fat into small particles. This regulates pH. Question: explain the role of pancreas in digestion process. ഡൈജഷൻ പ്രോസസ്സിൽ പാൻക്രിയാസിന്റെ റോളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ ഡൈജഷൻ പ്രോസസ്സിൽ പാൻക്രിയാസ് വന്നിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വന്നിട്ട് കെമിക്കൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് അമിലൈസ് വന്നിട്ട് സ്റ്റാർച്ചിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ ട്രിപ്സിൻ വന്നിട്ട് പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ ലിപ്പാസെ വന്നിട്ട് ലിപ്പിഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡൈജഷൻ പ്രോസസ്സിൽ ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the pancreas produces pancreatic juice to help chemical digestion in the duodenum. Pancreatic amylase partially digest the starch. Trypsin partially digest the proteins. Lipases completely digest the lipid into fatty acid and glycerol. Question: what is atherosclerosis? Atherosclerosis പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയൽ വോളിനകത്ത് ഫാറ്റ് പോയി ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു കണ്ടീഷന് ലീഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: കൺസ്യൂമിങ് too much of fatty food causes deposition of fat in the arterial walls. This leads to atherosclerosis. Question: what is coronary thrombosis? Coronary thrombosis പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ ആർത്രോക്ലറോസിസിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ റിസൾട്ട് ആയിട്ട് കൊറോണറി ആർട്ടറിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് അവിടെ ഒരു കണ്ടീഷന് ലീഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൊറോണറി ത്രോംബോസിസ് എന്ന് പറയാം. അപ്പൊ ഇത് വന്നിട്ട് ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യതയുള്ള കണ്ടീഷനാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: as a result of atherosclerosis, blood is clotted in the coronary artery, leading to the coronary thrombosis. This in turn may cause heart attack. Question: what is nutrition? What are the different stages of nutrition? ന്യൂട്രീഷൻ പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷനിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്നും ഒരു ഓർഗാനിസം ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷനിൽ ഡിഫറെന്റ് സ്റ്റേജസ് വരുന്നുണ്ട്. അതിൽ ചിലതാണ് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ എന്നിവയൊക്കെ. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: nutrition is the process by which organisms obtain and utilize food for nutrients from the external environment. Different stages involved in nutrition are ingestion, digestion, absorption, assimilation, ejection of digestive waste. Question: explain how nutrition takes place in amoeba. അമീബയ്ക്കകത്ത് എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നത്? ഇപ്പൊ അമീബ പറയുന്നത് ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. അപ്പോൾ ഈ ഒരു അമീബ ഫുഡ് വന്നിട്ട് അങ്ങനെ മെഴുങ്ങിയിട്ട് നേരെ സൂഡോപോഡിയ വഴി സെല്ലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വന്നിട്ട് ഈ ഒരു ഫുഡ് വന്നിട്ട് ഫുഡ് വാക്യൂളിൽ എത്തുന്നു. അതിനുശേഷം എൻസൈംസ് വന്നിട്ട് ഈ ഒരു ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ വേസ്റ്റ്, ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഈ സെല്ലിന്റെ സർഫേസിലൂടെയാണ് പുറന്തള്ളുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: amoeba is a unicellular organism. It engulfs the food into the cell using pseudopodia. Food then reaches in the food vacuole and enzymes digest the food by intracellular digestion. Later, remnants are expelled through the cell surface. Question: explain the nutrition process in Hydra.
ഹൈഡ്രയുടെ ന്യൂട്രീഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ഹൈഡ്രയ്ക്കകത്ത് 2 ഡൈജഷനാണ് നടക്കുന്നത്. ഒന്ന് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും പിന്നെ ഒന്ന് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും. ഇപ്പോൾ ഹൈഡ്ര പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ അത് അതിൻ്റെ എയറിനെ പിടിക്കുന്നത് അതിൻ്റെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ബോഡി ക്യാവിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബോഡി അകത്തുള്ള എൻസൈംസ് ആ ഒരു ഫുഡിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നത്. പിന്നീട് ഈ ഒരു ഫുഡിനെ ഫുഡ് വാക്യൂൾസിനകത്ത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവിടെ ഡൈജഷൻ നടക്കുന്നത്, അത് ഫുള്ളി ഡൈജസ്റ്റ് ആവുന്നു. ഇത് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഹൈഡ്ര ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. It uses its tentacles to paralyze prey, then takes it into mouth and then to body cavity. Digestion starts in the body cavity with the enzymes from the inner wall, that is extracellular digestion. Then food vacuoles in the cells finish digesting the food, that is intracellular digestion. Question: what is rumination? How it helps the digestion process? റൂമിനേഷൻ പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ റൂമിനേഷൻ പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് ഇപ്പോൾ കുറേ അനിമൽസ്, അത് എക്സാമ്പിൾ പറയണമെങ്കിൽ പശുക്കൾ വന്നിട്ട് അവരുടെ ഫുഡ് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റൊമക്കിലോട്ട് ഇടുന്നത്. പിന്നീട് അവർ ഈ സ്റ്റൊമക്കിലുള്ള പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് വീണ്ടും അവരുടെ മൗത്തിലോട്ട് കൊണ്ടുവന്നിട്ട് അത് വീണ്ടും സ്റ്റൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൈജഷൻ പ്രോസസ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: rumination is the process by which animals like cows bring the partially digested swallowed food from their stomach back into their mouth to chew it again. It helps the digestion process more effective. Question: explain the structure of tooth. ടൂത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടൂത്തിന് മെയിനായിട്ട് 3 പാർട്സ് ആണ് വരുന്നത്. ഒന്ന് ക്രൗണ്, പിന്നെ നെക്ക്, പിന്നെ റൂട്ട്. ക്രൗൺ പറയുന്നത് ഗമ്മിൻ്റെ എബോവിലുള്ള സെക്ഷനെയാണ്. റൂട്ട് പറയുന്നത് ഗമ്മിൻ്റെ താഴെയുള്ള സെക്ഷനാണ്. നെക്ക് പറയുന്നത് ഈ ക്രൗണും റൂട്ടും മീറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ മറ്റു പാർട്സ് പറയുന്നത് എനാമൽ, ഡെൻഡൈന്, പൾപ്പ് കാവിറ്റി, സെമെൻറ്റം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the tooth has 3 main parts: the crown, root and neck. Crown, the visible part of above the gum. Root, the part inside the gum that holds the tooth in place. Neck, the area where the crown and root meet. Additional parts include enamel, the hard outer layer of the crown, the hardest substance in the body. Dentine, the living tissue that makes up most of the tooth. Pulp cavity, the soft inner part containing nerves, blood vessels and cells. Cementum, the tissue that anchors the tooth to the gum socket. Question: what is mechanical digestion? Describe the features that support mechanical digestion in humans. Mechanical digestion പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻസിൽ മെക്കാനിക്കൽ ഡൈജഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: mechanical digestion is the process of breaking down food into smaller particles. The supporting feature include chewing the food with teeth in mouth. Strong peristalsis in the stomach turns food into a paste-like form. Circular muscles of the stomach hold the food for a long time to support proper mixing and breaking down of food. Peristalsis and segmentation in the small intestine help move food and mix it well with digestive juices. Question: explain the chemical digestion of protein. പ്രോട്ടീൻ്റെ കെമിക്കൽ ഡൈജഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും.
ഇത് വന്നിട്ട് സ്റ്റൊമക്കിന്റെ pH ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റൊമക്കിനകത്തുള്ള കെമിക്കൽ ഡൈജഷന്റെ സമയത്ത് പെപ്സിൻ വന്നിട്ട് പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അതിനുശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ട്രിപ്സിൻ വന്നിട്ട് ഈ ഒരു പ്രോട്ടീനെ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫർദർ ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അമിനോ ആസിഡ് ആണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് from the gastric glands regulates the stomach's pH to enhance enzyme activity in digestion. Pepsin partially digests proteins in the stomach. In the small intestine, processes like trypsin further digest proteins and convert it into amino acids, which are the final products of protein digestion. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question: What is the role of small intestine in digestion? ഡൈജഷനകത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ റോള് എന്താണ്? ശരീരത്തിൽ ലിവറും പാൻക്രിയാസും ഒക്കെ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ആയിട്ട് ഈ ഒരു ജ്യൂസ് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പ്രോട്ടീസസ് വന്നിട്ട് പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന് അവിടെ കിട്ടുന്ന മിനറൽസും വാട്ടറും വിറ്റാമിൻസും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും പിന്നീട് പുറന്തള്ളുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ഡൈജഷൻ. The digestive juices produced by the liver and pancreas reaches small intestine to help digestion as follows. Carbohydrates in the intestinal juice break down complex carbs into glucose, fructose, and galactose. Proteases convert proteins into amino acids. The small intestine absorbs nutrients, water, vitamins, and minerals. Question: What is the role of large intestine in digestion process? Digestion process le large intestine ന്റെ റോള് എന്താണ്? ഡൈജഷൻ പ്രോസസ്സിൽ വരുന്ന ലാസ്റ്റ് സെഗ്മെന്റ് ആണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരുന്നത്. ഇതിന് കുറച്ച് റോൾസ് ഉണ്ട്. അതിൽ ചിലത് വന്നിട്ട് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസ് ആണ് എത്തിച്ചേരുന്നത്. അപ്പൊ ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയാസ് വന്നിട്ട് വിറ്റാമിൻ കെ അതുപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്തുള്ള ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അത് രക്തത്തിലോട്ട് എത്തിച്ചിട്ട് ആനസ് വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: large intestine is the final segment of the digestive system and the major roles include: the undigested food substances reaches large intestine and the remaining water salt will be absorbed. Certain bacteria of large intestine produce vitamin K and vitamin B complex, carries a digestive waste to rectum to expels through the anus. Describe lymphatic system. Lymphatic system കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത് ലിംഫ് വെസല്, നോഡ്സ്, അതുപോലെ തൈമസ്, സ്പ്ലീന്, ബോൺ മാരോ എന്നിവയൊക്കെയാണ്. ഇതിനകത്ത് റെഡ് ബ്ലഡ് സെൽസും അതുപോലെ പ്രോട്ടീൻ മോളിക്യൂൾസും നമുക്ക് കാണാൻ കഴിയുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റം ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The lymphatic system consists of lymph vessels, lymph nodes, spleen, bone marrow, and thymus gland. Red blood cells and large protein molecules are not seen in the lymph. Lymphatic system plays a major role in immunity. Question: What are the different types of blood vessels? Different types of blood vessels ഏതൊക്കെയാണ്?
മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഉള്ളത്. ഒന്ന് ആർട്ടറി, പിന്നെ കാപ്പിലറീസ്, പിന്നെ ഒന്ന് വെയിൻ. ആർട്ടറിന്റെ വോൾ പറയുന്നത് വളരെ തിക്കും എലാസ്റ്റിക്കും ആയിരിക്കും. ഇതിനകത്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലും ആയിരിക്കും. പിന്നെ ഇത് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് വന്നിട്ട് അതിന്റെ വോൾ പറയുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും. അതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ബ്ലഡ് പോകുന്നത് ലോ പ്രഷറിലും ലോ സ്പീഡിലായിരിക്കും. പിന്നെ വരുന്നത് വെയിൻ ആണ്. വെയിനിന്റെ വോൾ പറയുന്നത് വളരെ തിക്കായിരിക്കും. അതുപോലെ തന്നെ ലോ ബ്ലഡ് പ്രഷർ, ലോ സ്പീഡിലായിരിക്കും ബ്ലഡ് പാസ് ചെയ്യുന്നത്. അതുപോലെ പ്രഷറും ലോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The blood vessels are categorized into 3. First one, artery. Artery vessels have thick and elastic walls. Blood flows with high pressure and high speed. It carries blood from the heart. Second one, capillary. Capillary has walls with a single layer of cells with minute pores. Blood flows with low pressure and low speed. Third one, vein. Vein has thin wall and blood flows with low pressure and low speed. Valves are present and it carries blood to the heart. Question: What are portal veins? Explain. Portal veins പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഓർഗാനിൽ നിന്നും മറ്റൊരു ഓർഗാനിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെയിൻസ് ആണ് പോർട്ടൽ വെയിൻസ് പറയുന്നത്. ഇതിനകത്ത് ഹാർട്ടിലോട്ട് മാത്രം ബ്ലഡ് ക്യാരി ചെയ്യില്ല. ഹാർട്ടിൽ റീച്ച് ചെയ്യാതെയാണ് ഒരു ഓർഗാനിൽ നിന്നും മറ്റൊരു ഓർഗാനിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Portal veins are veins that carry blood from organ to organ without reaching heart. Example: the blood carrying nutrients absorbed from the small intestine are carried to the liver by the hepatic portal vein. Question: What is pericardium? What is the relevance of it? Pericardium പറഞ്ഞാൽ എന്താണ്, അതിന്റെ റെലവൻസ് എന്താണ്? നമ്മുടെ ഹാർട്ട് വന്നിട്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറീനകത്താണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡബിൾ ലെയേർഡ് മെമ്പറീനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം ഫ്ലൂയിഡ് വന്നിട്ട് ഹാർട്ടിനെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ മെമ്പറൈൻസ് തമ്മിലുള്ള ഫ്രിക്ഷന് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Heart is protected by a double layered membrane called the pericardium. Pericardial fluid protects the heart from external shocks and reduces friction between membranes during heartbeats. Question: Explain the structural views of the heart. ഹാർട്ടിന്റെ സ്ട്രക്ചറൽ വ്യൂവിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗൻ ആണ്. ഹാർട്ടാണ് ബോഡിയിലുള്ള എല്ലാ പാർട്സിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഹാർട്ട് വന്നിട്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറിനകത്താണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഡബിൾ ലെയേർഡ് മെമ്പറൈൻ നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. ഇപ്പൊ ഹാർട്ടിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വാൾവ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ചേമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ ബ്ലഡ് വെസൽസ് ആണ് കാണപ്പെടുന്നത്. ചേമ്പേഴ്സ് വന്നിട്ട് 4 എണ്ണം ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് ആർട്രിയം, പിന്നെന്താണ് റൈറ്റ് ആർട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും. പിന്നെ വരുന്നത് വാൾവ്സ് ആണ്. വാൾവ്സ് നമുക്ക് 4 വാൾവ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ട്രൈ കസ്പീഡ് വാൾവ്, പിന്നെ ബൈറ്റ് കസ്പീഡ് വാൾവ്, പൾമിനറി വാൾവും അയോർട്ടിക് വാൾവുമാണ് വരുന്നത്. പിന്നെ വരുന്നത് വെസൽസ് ആണ്, അതായത് ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ ഹാർട്ടിൽ നിന്നും മറ്റു ഓർഗൻസിലോട്ടും ഈ ബ്ലഡ് വെസൽസ് വഴിയാണ് ബ്ലഡ് പാസ് ആവുന്നത്. അപ്പൊ ഇത് വന്നിട്ട് വരുന്ന ബ്ലഡ് വെസൽസ് പറയുന്നത് ഒന്ന് അയോർട്ടയാണ്, പിന്നെ വരുന്നത് പൾമിനറി ആർട്ടറി, പൾമിനറി വെയിൻസ്, സുപ്പീരിയർ വെന്നക്കാവ, അതുപോലെ ഇൻഫീരിയർ വെന്നക്കാവ എന്നിവയ്ക്കാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The heart is a muscular organ that pumps blood throughout the body and is slightly tilted to the left in the chest. It is protected by a double layered membrane called the pericardium and consists of chambers, valves, and vessels. Chambers: container for blood. 4 chambers are right atrium, right ventricle, left atrium, and left ventricle. Valves: ensure blood flows in the specific direction. 4 main valves are tricuspid, pulmonary, bicuspid, and aortic valves. Vessels:
Blood vessels carry blood to and from the heart. Major blood vessels with the heart include superior, inferior vena cava, pulmonary arteries, pulmonary veins, and aorta. Question. Write a short note on different chambers of a heart. Question. Write a short note on different chambers of heart. ഹാർട്ടിന്റെ ഡിഫറെന്റ് ചേമ്പേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹാർട്ടിന് മെയിൻ ആയിട്ട് 4 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ആട്രിയത്തിൽ വന്നിട്ട് നമ്മുടെ സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ വെന്നക്കാവ വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് റിസീവ് ചെയ്യുന്നത്. അവിടുന്ന് ഈ ഒരു ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പാസ് ആവും. ഇത് വന്നിട്ട് ലങ്സിലോട്ട് ഈ ഒരു ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പാസ് ചെയ്യും. പിന്നീട് ലെഫ്റ്റ് ആട്രിയത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് റിസീവ് ചെയ്യുകയും ലെഫ്റ്റ് വെൻട്രിക്കിൾ വന്നിട്ട് ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയുടെ മറ്റു പാർട്സിലോട്ട് പമ്പ് ചെയ്യും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. Heart is a muscular organ that pumps blood to the entire body. Chambers are the containers for blood. Heart has 4 chambers. Right atrium receives deoxygenated blood from the body via the superior and inferior vena cava. Right ventricle pumps the deoxygenated blood to the lungs via the pulmonary artery. Left atrium receives oxygenated blood from the lungs via pulmonary veins. ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ദ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് വാൾവ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡിഫറെന്റ് വാൾവ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഇപ്പൊ ഹാർട്ടിന് നമുക്ക് മെയിൻ ആയിട്ട് 4 വാൾവ്സ് ആണ് ഉള്ളത്. ഒന്ന് ട്രൈ കസ്പിഡ് വാൾവ്, പിന്നെ ബൈ കസ്പിഡ് വാൾവ്, അയോർട്ടിക് വാൾവ്, പൾമനറി വാൾവ്. അതിൽ ഈ ട്രൈ കസ്പിഡ് വാൾവ് വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ലെഫ്റ്റ് ആർട്ടറിയത്തിന്റെയും ഇടയിലാണ് കിടക്കുന്നത്. പൾമനറി വാൾവ് വന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളും അതുപോലെ തന്നെ പൾമനറി വെയിൻസിന്റെ ഇടയിലാണ് കിടക്കുന്നത്. പിന്നെ വരുന്നത് ബൈ കസ്പിഡ് വാൾവ് ആണ്. ബൈ കസ്പിഡ് വാൾവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലാണ്. പിന്നെ വരുന്ന വാൾവാണ് അയോർട്ടിക് വാൾവ്. അയോർട്ടിക് വാൾവ് വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും അതുപോലെ തന്നെ അയോർട്ടന്റെയും ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ ദാറ്റ് പമ്പ്സ് ബ്ലഡ് ടു ദ എൻറ്റയർ ബോഡി. Valves ensure blood flows in the specific direction. Heart has 4 valves. Tricuspid valve located between the right atrium and right ventricle. Pulmonary valve located between the right ventricle and the pulmonary artery. Bicuspid valve or mitral valve located between the left atrium and left ventricle. Aortic valve located between the left ventricle and the aorta. Question. Write a short note on different vessels of heart. ഹാർട്ടിൽ വരുന്ന ഡിഫറെന്റ് ബ്ലഡ് വെസൽസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. അപ്പോൾ ഈ വെസൽസ് യൂസ് ചെയ്തിട്ടാണ് ഹാർട്ടിൽ നിന്നും ഹാർട്ടിലോട്ടും ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 4 ബ്ലഡ് വെസൽസ് ആണ് വരുന്നത്. അല്ല, ആദ്യത്തെ ബ്ലഡ് വെസൽ പറയുന്നത് സുപ്പീരിയർ വെന്നക്കാവ, സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ വെന്നക്കാവ. അപ്പൊ ഇത് വന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വന്നിട്ട് റൈറ്റ് ആർട്ടറിയത്തിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പൾമിനറി ആർട്ടറി ആണ്. പൾമിനറി ആർട്ടറി വന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നത് പൾമിനറി വെയിൻ ആണ്. പൾമിനറി വെയിൻ വന്നിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയോട്ടയാണ് വരുന്നത്. അയോട്ട വന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് മറ്റു പാർട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ടു ആൻഡ് ഫ്രം ഹാർട്ട്. മേജർ ബ്ലഡ് വെസൽസ് വിത്ത് ഹാർട്ട് ഇൻക്ലൂഡ് superior and inferior vena cava bring deoxygenated blood from the body to the right atrium. Pulmonary arteries carry deoxygenated blood from the right ventricle to the lungs. Pulmonary veins bring oxygenated blood from the lungs to the left atrium. Aorta distributes oxygenated blood from the left ventricle to the
body. Question: what is pulse? Pulse പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹാർട്ട് നമ്മുടെ ബോഡി ത്രൂ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന ഒരു ബീറ്റിംഗ് സെൻസേഷൻ ആണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പൾസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ബീറ്റ് പെർ മിനിറ്റ് ആയിട്ടാണ്, അതായത് BPM ആയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി നമുക്കിങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: pulse refers to the beating sensation felt in arteries as blood is pumped through the body by the heart. It is measured as beats per minute, that is BPM. It is commonly felt in areas where arteries are close to the skin surface, such as wrist and neck. Pulse rate provides important information about overall health of heart. Question: what is blood pressure? Explain the types of blood pressure. എന്താണ് blood pressure? blood pressureൽ വരുന്ന different types ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം വിടുമ്പോൾ നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷർ ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും പിന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ആണ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിന്റെ ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. അതേസമയം ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിന്റെ ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് 80 mmHg ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ: blood pressure is a pressure felt in the arteries when the heart contracts and relaxes. 2 types of blood pressure are systolic pressure. The pressure exerted on the artery wall during ventricular systole is known as systolic pressure. Average systolic pressure is 120 mmHg. Diastolic pressure: the pressure exerted on the artery walls during joint diastole is known as diastolic pressure. Average diastolic pressure is 80 mmHg. So, the normal blood pressure of a healthy person is recorded as 120/80 mmHg. Question: distinguish between systemic circulation and pulmonary circulation in humans. ഹ്യൂമൻസിൽ വരുന്ന സിസ്റ്റമിക് സർക്കുലേഷന്റെയും പൾമിനറി സർക്കുലേഷനും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം വന്നിട്ട് ശരീരം മുഴുവനും ബ്ലഡ് മൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന 2 സർക്കുലേഷൻ ആണ് സിസ്റ്റമിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും. ഇപ്പം സിസ്റ്റമിക് സർക്കുലേഷനകത്ത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ് ഉണ്ടാവുന്നത്. അത് വന്നിട്ട് ഹാർട്ടിൽ നിന്നും മറ്റ് ബോഡിയിലുള്ള എല്ലാ പാർട്സിലോട്ടും മൂവ് ആവുന്നത്. അതേസമയം പൾമിനറി സർക്കുലേഷനകത്ത് വരുന്നത് ഓക്സിജൻ പുവർ ബ്ലഡ് ആയിരിക്കും. അപ്പൊ ഇത് വന്നിട്ട് ഹാർട്ടിൽ നിന്നും ലങ്സിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. തിരിച്ച് ലങ്സ് വന്നിട്ട് ഓക്സിജൻ കിട്ടിയിട്ട് അതിന് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആക്കിയിട്ട് തിരിച്ച് ഹാർട്ടിലോട്ട് തന്നെ അത് പാസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the circulatory system helps to transport blood throughout the body. 2 subdivisions of circulatory system are as follows. Systemic circulation moves oxygen-rich blood from the heart to the body through the aorta, while deoxygenated blood returns to the heart through the vena cava. It starts in the left ventricle and ends in the right atrium. Pulmonary circulation sends oxygen-poor blood from the heart to the lungs to get oxygen. The oxygen-rich blood then returns to the left atrium from the lungs. Question: how is the lymph formed? Explain. എങ്ങനെയാണ് ലിംഫ് ഫോം ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സെല്ലിന്റെ ഇടയിലൊക്കെ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലോട്ട് ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ലീക്ക് ആവുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പൊ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് വന്നിട്ട് ലിംഫ് കാപ്പിലറീസ് കളക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ലിംഫ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ വന്നിട്ട് ലിംഫ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: tissue fluid is the fluid that leaks from blood capillaries into spaces between cells. Lymph is formed when this tissue fluid is collected by the lymph capillaries and transported through the lymphatic system. Thus, lymph is essentially tissue fluid that has entered the lymphatic vessels. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത്
fill in the blanks. Name the following type questions. Question. Digestion in humans is completely dash. Answer. Extracellular. Question. Lymphatic system plays a major role in dash. Answer. Immunity. Question. After entering the villus, the branch of artery again divides into dash. Answer. Capillaries. Question. Capillaries join together to form dash. Answer. Small veins. Question. Blood containing nutrients from the liver reaches the heart through the dash. Answer. Hepatic vein. Question. Nutrients from the blood capillaries of the villus reach the liver through the dash. Answer. Portal vein. Question. Dash is a double-layered membrane that covers the heart. Answer. Pericardium. Question. The time required for completing cardiac cycle is dash second. Answer. 0.8 second. Question. One dash is known as one heartbeat. Answer. Cardiac cycle. Question. Rate of pulse and dash are equivalent in normal scenario. Answer. Heartbeat. Question. Dash is controlled by the rhythmic contraction and relaxation of the heart muscles. Answer. Heart rate. Question. Dash destroys germs in the food and regulates the pH. Answer. Hydrochloric acid. Question. Enzyme that partially digests the proteins is dash. Answer. Pepsin. Question. Dash is the enzyme that helps in the digestion of lipids. Answer. Lipase. Question. Dash protects the stomach wall from the actions of digestive juice. Answer. Mucus. Question. Dash help to bite into pieces and chew the food. Answer. Teeth. Question. Dash and dash help in the chewing process. Answer. Tongue and saliva. Question. Red blood cells and large protein molecules are not present in dash. Answer. Lymph. Question. Dash is a natural pacemaker of heart. Answer. Sinoatrial node, that is SA node. Question. Dash ensure the one-way blood flow from the ventricles. Answer. Semi-lunar valves. Question. Name the major classification of digestion process. Answer. Mechanical digestion and chemical digestion. Question. Name the parts where mechanical digestion takes place. Answer. Mouth, stomach and small intestine. Question. Name parts that help in the movement of food from mouth to the esophagus. Answer. Tongue, palate, uvula, epiglottis. Question. Name the chambers of human heart. Answer. Right atrium, left atrium, right ventricle and left ventricle. Question. Name the chamber to which blood enters from the right atrium. Answer. Right ventricle. Question. Name the chamber to which blood enters from the left atrium. Answer. Left ventricle. Question. Name the blood vessel into which blood enters from the right ventricle. Answer. Pulmonary artery. Question. Name the blood vessel into which blood enters from the left ventricle. Answer. Aorta. Question. What is the rate of heartbeat in normal adults? Answer. The heart rate for normal adults ranges from 60 to 100 beats per minute while at rest. Question. Name two equipments used for measuring blood pressure. Answer. Sphygmomanometer and digital BP apparatus. Name the simple components of carbohydrates. Answer. Glucose, fructose, galactose. Question. Name the simple components of protein. Answer. Amino acids, fat or fatty acid, glycerol. Question. Name the nutrients that do not undergo digestion. Answer. Vitamins, minerals. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.